വീരസൈനികരെ അനുസ്മരിച്ചുകൊണ്ട് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിൽ തുടക്കം കുറിച്ചു. യുദ്ധസ്മാരകത്തിൽ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ഇന്ത്യൻ നേവിക്ക് വേണ്ടി കമാൻഡിംഗ് ഓഫീസർ അടക്കമുള്ള പ്രമുഖർ പുഷ്പചക്രം സമർപ്പിച്ചതോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. മെട്രോ 7 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് കൊച്ചിൻ കാർണിവലിന്റെ ആഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം. കൊച്ചിൻ കാർണിവലിന്റെ ആഘോഷ പരിപാടികൾ ഫോർട്ട് കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. സംസ്ഥാന ഭരണകൂടവും നേവിയും കൊച്ചി നഗരസഭയും കാർണിവൽ കമ്മിറ്റിയും ഉൾപ്പെടെയുള്ള സംഘാടകർ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് യുദ്ധസ്മാരകത്തിന് മുൻപിൽ സമാധാനത്തിന്റെ റീത്തുകൾ സമർപ്പിക്കുകയാണ്. ഒരു വൈവിധ്യമാർന്ന ഭാഷകളുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ നിറച്ചാർത്തുകൾ ചാർത്തിക്കൊണ്ട് ആഘോഷ പരിപാടികൾ ആരംഭിക്കുകയാണ്. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്തവരെ സ്മരിച്ചുകൊണ്ടാണ് 41ാമത് കൊച്ചിൻ കാർണിവൽ ആഘോഷങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിൽ തുടക്കം കുറിച്ചത്. ഫോർട്ട് കൊച്ചി സെന്റ് ഫ്രാൻസിസ് പള്ളി അങ്കണത്തിലായിരുന്നു ചടങ്ങ്. യുദ്ധസ്മാരകത്തിൽ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ, ഇന്ത്യൻ നേവിക്ക് വേണ്ടി INS ദ്രോണാചാര്യ കമാൻഡിംഗ് ഓഫീസർ കൊമഡോർ മാനവ് സേഗാൾ, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര IAS, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡർ N രവി, കാർണിവൽ കമ്മിറ്റിക്ക് വേണ്ടി M സോമൻ മേനോൻ, എക്സ് സർവീസ്മെൻ സംഘടനയ്ക്ക് വേണ്ടി KK ശിവൻ, മദ്രാസ് റെജിമെന്റിനു വേണ്ടി PA രവീന്ദ്രൻ എന്നിവർ പുഷ്പചക്രം സമർപ്പിച്ചു. സൈനിക ബഹുമതികൾക്ക് ശേഷം പള്ളിയിലെ ഗായക സംഘം സമാധാന സന്ദേശഗാനം ആലപിച്ചു. തുടർന്ന് വിമുക്ത ഭടന്മാരുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രതിജ്ഞയുമെടുത്തു. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ജവാന്മാരായ ജോസഫ് സന്തോഷ്, AK സുരേഷ് കുമാർ, ജോസ് ജോസഫ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിന്റെയോ രാജ്യത്തിന്റെയോ മാത്രമല്ല ലോകത്തിന് തന്നെ സമ്മാനിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു സാംസ്കാരിക സങ്കലനത്തിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും അവിസ്മരണീയമായ ഒരു ചിഹ്നമാണ് കാർണിവൽ ഉണ്ടാകുന്നത്. നമ്മുടെ പ്രതിരോധ സേന എന്ന് പറയുന്നത് ലോകത്തിന്റെ മറ്റെല്ലാ പ്രതിരോധ സേനകളിൽ നിന്നും വ്യത്യസ്തമായി അവർ തീർച്ചയായിട്ടും അവർക്ക് പ്രതിരോധത്തിന്റെ കരുത്തുണ്ടെങ്കിൽ പോലും ആ കരുത്ത് അവരൊരിക്കലും അങ്ങോട്ട് ചെന്ന് പ്രദർശിപ്പിക്കാറില്ല. ആ കരുത്തെന്ന് പറയുന്നത് നമ്മുടെ സാർവദേശീയമായ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ഭരണഘടനയോട് അവർക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്, പ്രതിബദ്ധതയുണ്ട്, ജനാധിപത്യത്തോടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു നമ്മൾ എന്തുകൊണ്ട് സ്വാതന്ത്ര്യമായിരിക്കുന്നു, എന്തുകൊണ്ട് നമ്മളൊരു ജനാധിപത്യ റിപ്പബ്ലിക് ആയിരിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രത്യേകതയാണ്. കാർണിവൽ ആരംഭിക്കുന്നത് ഈ സാംസ്കാരിക വൈവിധ്യത്തിന്റെ, ഭരണഘടനയുടെ വൈവിധ്യത്തിന്റെ, കൊച്ചിക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരുപാട് വൈവിധ്യങ്ങളുടെ ഒരു പ്രതിഫലനത്തോടു കൂടിയാണ് കാർണിവൽ ആരംഭിക്കുന്നത്. ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് സ്ഥലത്ത് യുദ്ധങ്ങളുണ്ട്, സാമൂഹികമായിട്ട് ഒരുപാട് ടെൻഷൻസ് നടക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഐലൻഡ് ആയിട്ടുള്ള കൊച്ചി ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ആ ഒരു കാര്യത്തിൽ. ഇവിടെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ഡിഫറിങ് ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാർ ഈ ഒരു ചെറിയ സ്പേസിൽ ഇത്രയും സന്തോഷത്തിൽ കോഎക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്. അത് മാതൃകയാക്കി നമ്മുടെ ലോകം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സമാധാനം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. This day reminds us of the power of unity, the power of standing together for a common cause and for the benefit of humanity. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബാലാൽ, പ്രിയ പ്രശാന്ത്, കൗൺസിലർമാരായ KP ആന്റണി, ബാസ്റ്റിൻ ബാബു, അഭിലാഷ് തോപ്പിൽ, ഷീബ ഡ്യൂറോം, PM ഇസ്മുദ്ദീൻ, ഉപദേശക സമിതി അംഗങ്ങളായ KJ സോഹൻ, PJ ജോസി, സ്റ്റീഫൻ റോബർട്ട്, ജനറൽ കൺവീനർ AH ഹിദായത്ത്, സെന്റ് ഫ്രാൻസിസ് പള്ളി വികാരി ഫാദർ കുര്യൻ പീറ്റർ, TP പ്രതാപൻ, സേവ്യർ ബോബൻ, സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഗായക സംഘം, NCC കേഡറ്റുകൾ, നാട്ടുകാർ, കാർണിവൽ ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു. കൊച്ചിയുടെ കാർണിവൽ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ ഓരോന്നും ഫോർട്ട് കൊച്ചിയെ സംബന്ധിച്ച് കൊച്ചിയിലെ ജനങ്ങളെ സംബന്ധിച്ച് ലോകം മുഴുവൻ കൊച്ചിയിലേക്ക് എത്തുന്ന ദിനങ്ങളാണ്. ആ ദിനങ്ങൾ ഏറ്റവും മനോഹരമായി കൊച്ചിയിലെയും ലോകത്തിന് മുൻപിലും കാണിക്കുവാനായിട്ട് മെട്രോ 7 ന്യൂസും തയ്യാറായി കഴിഞ്ഞു. ഓരോ ദിവസത്തെയും പരിപാടികൾ അത് കായിക പ്രവർത്തനങ്ങളാണ്. ഒപ്പം
പരമ്പരാഗത കലാരൂപങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം കൊച്ചിയിലെ ജനങ്ങളെ കാണിക്കുവാനായാണ് മെട്രോ 7 ന്യൂസ് തയ്യാറായിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ബാദുഷയ്ക്കൊപ്പം റിഡ്ജൻ റബല്ലോ. 2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,